സൈന്യത്തിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് റാപ്പ് മ്യൂസിക് ലോകത്തിങ്ങനെ ആദ്യമായിട്ട് ഉണ്ടായി വരുന്ന സമയം അപ്പാച്ചി ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ കാസറ്റ് മാത്രമാണ് അവൈലബിൾ. പിന്നെ ബോംബെ നിന്ന് അന്ന് ടണ്ട പാനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാസറ്റും കൂടി അറിയാം. ഈ രണ്ടെണ്ണമാണ് റാപ്പ് മ്യൂസിക്കിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള 2 കാസറ്റുകൾ, അപ്പാച്ചി ഇന്ത്യൻ്റെയും ടണ്ട പാനിയും. അപ്പോൾ ഇത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജോഷി എടുത്ത് പറഞ്ഞു നമുക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭാഷയെ തന്നെ ആദ്യമായിട്ട് റാപ്പ് മ്യൂസിക് അതിൻ്റെ ഒരു മൈനർ വെർഷനിലെങ്കിലും വന്നത് ആദ്യത്തത് ഒരുപക്ഷെ ഈ ബാഗി ജീൻസ് ആയിരിക്കണം. അങ്ങനെ ആ മ്യൂസിക് കൊടുത്തിട്ടാണ് വെങ്കടേഷിൻ്റെ അടുത്ത് ഈ പാറ്റേണിലൊരു പാട്ട് വേണം എന്ന് പറയുകയും അതിന് ചേർന്ന് അപ്പോൾ റാപ്പ് മ്യൂസിക്കിൻ്റെ പാറ്റേണിന് ചേർന്ന ഒരു ലിറിക്സ് എന്തായിരിക്കണം, അതാണ് എനിക്ക് എന്താ ഒരുപാട് പേരുടെ ക്രിറ്റിസിസവും അതേസമയം തന്നെ ന്യൂ ജനറേഷൻ കൊണ്ടു നടക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് ലിറിക്സ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അന്നത്തെ മലയാളം പാട്ടുകളിൽ കുറച്ച് ഒരു റീഡിഫൈൻ ചെയ്ത ഒരു അടിപൊളി പാട്ടുകളുടെ ഒരു ട്രെൻഡ് റീഡിഫൈൻ ചെയ്ത ഒരു സോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അന്നത്തെ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ അന്നത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വേർഡ്സും പിന്നെ അതിൻ്റെ വിഷ്വലിയും നോക്കുകയാണെങ്കിൽ കുറേ പ്ലെയിൻസും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സെറ്റപ്പിലാണ് എൻ്റെ വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. അപ്പം ഓവറോൾ ഇറ്റ്സ് എ വെരി ഒരു അടിപൊളി എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡെഫിനിഷനാണ് അന്നത്തെ സമയത്ത് ആ പാട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ ലവ്ലി സോങ് ഫ്രം ദ മൂവി. You want to disclosure.